ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് പേര് ഈ എൻ്റെ ചാനലിൽ വന്നിട്ട് പറയണ്ടായി, ഒരു വരി നാമജപം ജപിച്ചാൽ ഐശ്വര്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ തിരുമേനി? തീർച്ചയായിട്ടും അല്ലേ. ഐശ്വര്യം ഉണ്ടാവുക, സമ്പത്ത് ഉണ്ടാവുക, സമൃദ്ധി ഉണ്ടാവുക അല്ലേ, ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹങ്ങളുമാണ്, ആവശ്യങ്ങളുമാണ് അല്ലേ. എന്താ ആഗ്രഹവും ആവശ്യവുമാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. എന്നാൽ അത് വെറുതെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. സമ്പത്ത് ഉണ്ടാവുക, ഐശ്വര്യം ഉണ്ടാവുക അല്ലേ. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നാമജപങ്ങളിലൂടെയും ഉണ്ടാവും ഐശ്വര്യം ആയിട്ട് കാര്യങ്ങൾ ഉണ്ടാവുക. അതെന്താണ് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ? നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടാതെ, അസുഖങ്ങളൊന്നും ഇല്ലാതെ സന്തോഷമായിട്ടുള്ള ജീവിതം അല്ലേ, ദൈവീകമായിട്ടുള്ള ജീവിതം, ദൈവത്തിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്ന, അല്ലെങ്കിൽ ദൈവിക മാർഗങ്ങളിലൂടെ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയെ നമ്മൾ പറയും എന്തൊരു ഐശ്വര്യമാണ് അല്ലേ. ആ കുടുംബത്തിൻ്റെ ഒരു ഐശ്വര്യം അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ ഐശ്വര്യം ഉണ്ടാവുക, സമ്പത്ത് ഉണ്ടാവുക. സമ്പത്ത് എങ്ങനെയാണ് ഉണ്ടാവുക? നമുക്ക് കർമ്മരംഗങ്ങൾ നന്നായിട്ടിരിക്കുക, നമുക്ക് ജോലികൾ ചെയ്യുക അല്ലേ. നമ്മുടെ കർമ്മരംഗങ്ങൾ, നമുക്ക് സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ ഒരു തട്ടും തടസ്സവും ഇല്ലാതെ നമ്മളിലേക്ക് വന്നു ചേരുക. ഇതാണല്ലോ സാമ്പത്തികം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഐശ്വര്യം ഉണ്ടാവാൻ, സമ്പത്ത് ഉണ്ടാവാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ജപിക്കേണ്ടത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമജപങ്ങളാണ്. നമുക്കറിയാം അല്ലേ. ഒരു വരി നാമം ജപിച്ചാൽ, ഒരിക്കൽ ജപിച്ചുള്ളൂ എങ്കിൽ പോലും നമുക്കതിൻ്റെ ഫലസിദ്ധി കിട്ടുന്നൊരു നാമജപത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. നമുക്ക് കർമ്മം ചെയ്യുക, അല്ലെങ്കിൽ കർമ്മത്തിലൂടെ ഐശ്വര്യം ഉണ്ടാവുക, ധനം വന്നു ചേരുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണിത്. എന്നാൽ കർമ്മരംഗത്തുണ്ടാകുന്ന തടസ്സങ്ങളുണ്ട് അല്ലേ. കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ നീക്കാൻ, ജാതകവശാൽ ഉള്ള തടസ്സങ്ങൾ, നമുക്ക് ജോലി ചെയ്യുന്നവർക്ക് ജോലി കയറ്റം കിട്ടാൻ, സ്ഥിര ജോലി ഉണ്ടാവാൻ, ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഭജിക്കേണ്ട ഒരു നാമജപം. ഒരു നാമജപത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടുതലാണ് ഈ നാമജപത്തിന്. നമ്മളൊരു നാമം ജപിക്കുന്നുള്ളൂ, ഒരൊറ്റ നാമം, ഒരു വരി നാമം ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ജപിച്ചാലും 3 പ്രാവശ്യമെങ്കിലും മിനിമം ജപിച്ചാൽ ഉത്തമം. അത് 108 വട്ടം ജപിക്കാം, 1008 വട്ടം, നിങ്ങൾക്ക് എത്ര വട്ടം ജപിക്കാൻ കഴിയും അത്ര വട്ടം ജപിക്കാം. ഇതിന് എല്ലാ നാമജപങ്ങൾക്കും ഉള്ളതുപോലെ തന്നെയാണ് ഈ നാമജപങ്ങൾക്കും. മത്സ്യമാംസാദികൾ കൂട്ടിയിട്ട് ജപിക്കരുത്, പുലവല്ലായ്മകളുള്ളപ്പോൾ ജപിക്കരുത്, സ്ത്രീകൾക്ക് അശുദ്ധമായിരിക്കുന്ന സമയങ്ങളിൽ ജപിക്കരുത് അല്ലേ. ആർത്തവ അശുദ്ധങ്ങളൊക്കെ ഉണ്ടാവും, ആ സമയങ്ങളിലൊന്നും ജപിക്കരുത്. അതൊക്കെ തന്നെയാണ് ഇതിന് നിഷ്കർഷിച്ചിട്ടുള്ള നിയമങ്ങളെ. ഈ നാമം ജപിക്കുവാൻ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വിളക്ക് കൊളുത്തി വെച്ച് ജപിച്ചാൽ വളരെ ഉത്തമം. എന്ന് പറഞ്ഞാൽ കാലത്തും വൈകിട്ടും നമ്മുടെ വീട്ടിലൊക്കെ വിളക്ക് വയ്ക്കലോ അല്ലേ. അപ്പോൾ ആ വിളക്ക് വെച്ചിട്ട് ഒരു ഗുരുവായൂരപ്പ സ്വാമിയുടെ ഫോട്ടോ, ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുൻപിലാവാം. ഇനി അതില്ലെങ്കിലോ നമ്മളൊന്ന് കണ്ണടച്ചാൽ നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മുടെ മനസ്സിലില്ലേ അല്ലേ. ആ ചക്രഗദ ഒക്കെ വെച്ച് അങ്ങനെ ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ നമ്മുടെ മുമ്പിൽ. മന്ദഹസിച്ച് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ നമ്മളെ നോക്കി മന്ദഹസിച്ച് അനുഗ്രഹ വർഷത്തോടെ ഇങ്ങനെ നിൽക്കുന്ന ഗുരുവായൂരപ്പൻ്റെ രൂപം അല്ലേ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. നമ്മളൊന്ന് കണ്ണടച്ച് ഭഗവാനെ മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചാൽ, അങ്ങനെ ഭഗവാനെ മനസ്സ് 100% അർപ്പിച്ച് വേണം ഈ നാമജപം ജപിക്കാൻ. ഈ നാമജപം നിങ്ങളൊന്ന് എഴുതിയെടുക്കിട്ട് ഹൃദ്യസ്ഥമാക്കിയാൽ വളരെ ഉത്തമമായി. എന്താണ് ഈ നാമജപങ്ങൾ എപ്പോഴും ഹൃദ്യസ്ഥമാക്കി ജപിക്കുന്നതാണ് നല്ലത്. നമ്മൾ നോക്കി ജപിച്ചാൽ അതിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടും എന്നാണ് പറയുക. അതുകൊണ്ടാണ് എല്ലാ മുനിവര്യന്മാരും ആചാര്യന്മാരൊക്കെ പറയുക, എന്താണ്, ഏത് നാമജപങ്ങളാണെങ്കിലും മന്ത്രജപങ്ങളാണെങ്കിലും അത് നമ്മൾ ഹൃദ്യസ്ഥമാക്കിയിട്ട് വേണം ചെയ്യാൻ. ഹൃദ്യസ്ഥമാക്കിയതിന് ശേഷം മാത്രമേ നമ്മളതിൻ്റെ ഒരു ദിനചര്യയിലേക്ക് കടക്കാൻ പാടൂ. അപ്പം നമ്മളത് ഹൃദ്യസ്ഥമാക്കുക. അത്ര വലിയ കടുകട്ടി വാക്കുകളൊന്നുമില്ല ഇതിൽ. വളരെ ശ്രേഷ്ഠമാണ്. നമ്മൾ ഭഗവാന്റെ മുമ്പിൽ സർവം അർപ്പിച്ച് ഐശ്വര്യം, സമ്പത്ത്, സമൃദ്ധി ഉണ്ടാവണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാൻ. എന്തിനാ നമുക്കിപ്പോൾ വലിയ സംസ്കൃത പണ്ഡിതനൊക്കെ ആവുന്നത്? ഒന്നും വേണ്ട അല്ലേ. ശ്ലോകങ്ങൾ മുഴുവൻ പഠിച്ച സംസ്കൃത പണ്ഡിതന്മാരൊന്നും ആവേണ്ട കാര്യമില്ല. ഭക്തി തന്നെയാണ് ഏറ്റവും വലിയ പഠനം അല്ലേ. ഭഗവാനോട് 100% ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി ഉണ്ടാവുക, അതാണല്ലോ വലിയ കാര്യം.
നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ 2 നേരം നാമം ജപിക്കാൻ തുടങ്ങിയാൽ തന്നെ വലിയ കാര്യമായി, തന്നെ വലിയ വലിയ പുണ്യമാണ് അല്ലേ. നമുക്ക് നമ്മളെപ്പോഴും പറയും, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, 4 നാമം ജപിക്കുന്ന നാവിൽ നിന്ന് അരുതാത്തത് ഒരു കാര്യങ്ങളും വരില്ല എന്നാ അല്ലേ. ഒരു ബഹുമാനക്കുറവായി സംസാരിക്കാവട്ടെ, അല്ലെങ്കിൽ ഒരു ചീത്ത വാക്കുകൾ പറയാവട്ടെ, ഒന്നാവില്ല. 4 നാമം ജപിക്കുന്ന നാവിൽ നിന്ന് നന്മ മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റൂ. നമുക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാനല്ലേ നമുക്ക് പറ്റൂ. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും നന്മ ഉണ്ടാകുമ്പോഴല്ലേ നമ്മുടെ നന്മയ്ക്ക് പ്രാധാന്യമുള്ളൂ. അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാനെപ്പോഴും പറയും, നിങ്ങളുടെ സമ്പത്ത് ചിലവാക്കിയിട്ട് നിങ്ങൾക്ക് വരാനുള്ള ഐശ്വര്യമൊന്നുമില്ല. ഉണ്ടോ? സമ്പത്ത് കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഐശ്വര്യങ്ങളൊന്നുമില്ല. മറിച്ച് നമ്മളുടെ പ്രാർത്ഥനയിലൂടെ അല്ലേ, ഉപവാസത്തിലൂടെ, നമ്മുടെ ആത്മാർത്ഥമായ ദൈവിക ഭക്തിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ അനവധി കാര്യങ്ങളുണ്ട്. നമ്മുടെ സമ്പത്ത് ചിലവാക്കിയിട്ടൊന്നും നമുക്ക് ഐശ്വര്യം അല്ലേ, അല്ലെങ്കിൽ സമ്പത്ത്, ഇപ്പോൾ ഒരാൾ പറയുകയാണ് നിങ്ങളുടെ സമ്പത്ത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ചിലവാക്കിയാൽ നിങ്ങൾക്ക് അവിടെ അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും, അതൊന്നും അങ്ങനെ വലിയൊരു കാര്യമല്ല. നമുക്കതൊക്കെ ഒന്നും ശാശ്വതമായി നിലനിൽക്കുന്ന കാര്യങ്ങളല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം കേട്ടോ. ദൈവിക പ്രാർത്ഥനയിലൂടെ, ദൈവഭക്തിയിലൂടെ, ദൈവ അനുഗ്രഹത്തിലൂടെ കിട്ടുന്ന സമ്പത്തും ഐശ്വര്യമൊക്കെ തന്നെ നിലനിൽക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ഭക്തനാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഞാൻ ഈ നാമജപം ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഹൃദ്യസ്ഥമാക്കാൻ ശ്രമിക്കണം. ഹൃദ്യസ്ഥമാക്കിയിട്ട് തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ വേണം നിത്യവും ജപിക്കാൻ. ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ സർവസമൃദ്ധി മേ ദേഹി ദധാഭയ ക്ലീം ഹ്രീം നമഃ. ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ സർവസമൃദ്ധി മേ ദേഹി ദധാഭയ ക്ലീം ഹ്രീം നമഃ. ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ സർവസമൃദ്ധി മേ ദേഹി ദധാഭയ ക്ലീം ഹ്രീം നമഃ. ഈ നാമജപമാണ് നിങ്ങൾ നിത്യവും കാലത്തോ വൈകിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ജപിക്കുക. അങ്ങനെ എത്ര ദിവസം ജപിക്കാൻ കഴിയുമോ അത്രയും പുണ്യം എന്നാണ് പറയുക. ഒരു ദിവസമെങ്കിലും ജപിക്കാൻ കഴിഞ്ഞാൽ അത്ര പുണ്യം. ഇത് 108 തവണയും 1008 തവണയും ഒക്കെ ജപിക്കുന്നവരുണ്ട്. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണോ നിങ്ങൾക്ക് ജപിക്കാൻ കഴിയുക അത്രയും പ്രാവശ്യം ജപിക്കുക. ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ തെരുമാറാകട്ടെ, അനുഗ്രഹം വർഷിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ.